ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുമ്പിൽ മുൻകടന്ന് ഒന്നും ചെയ്യരുത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും സർവജ്ഞനുമാകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. സത്യവിശ്വാസികളെ, നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്. നിങ്ങളിൽ ചിലർ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ നബിയോട് ഉച്ചത്തിൽ സംസാരിക്കരുത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായേക്കുമെന്നത് കൊണ്ടാണത്രേ ഇത് നിരോധിച്ചത്. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം. തീർച്ചയായും അല്ലാഹുവിന്റെ ദൂതന്റെ അടുത്ത് വെച്ച് തങ്ങളുടെ ശബ്ദങ്ങളെ താഴ്ത്തുന്നവരാരോ അവരുടെ ഹൃദയങ്ങളെ തഖ്വ ഭയഭക്തിയിലേക്ക് അല്ലാഹു വിശാലമാക്കി കൊടുത്തിരിക്കുന്നു. അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ട്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാതി അക്തറുഹും ലാ യഅഖിലൂൻ. നബിയെ, തീർച്ചയായും അറകളുടെ പുറത്തുനിന്ന് താങ്കളെ വിളിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും കാര്യം ഗ്രഹിക്കുന്നില്ല. വലൗ അന്നഹും സ്വബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. താങ്കൾ അവരുടെ അടുത്തേക്ക് പുറപ്പെടുന്നതുവരെ അവർ ക്ഷമിച്ചിരുന്നെങ്കിൽ അതവർക്ക് ഉത്തമമാകുമായിരുന്നു. അല്ലാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ فتصبحوا على ما فعلتم نادمين. സത്യവിശ്വാസികളെ, ദുർമാർഗികളായ ഒരാൾ നിങ്ങളുടെ അടുത്ത് ഒരു വാർത്തയും കൊണ്ടുവന്നാൽ അതിനെപ്പറ്റി അന്വേഷിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കുക. അറിയാത്തവരായി ഒരു ജനതയ്ക്കു നിങ്ങൾ ആപത്ത് വരുത്തി വെക്കുകയും അങ്ങനെ ചെയ്ത പ്രവൃത്തിയിൽ നിങ്ങൾ ഖേദിക്കുകയും ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ കൽപ്പിക്കുന്നത്. واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون. അല്ലാഹുവിന്റെ ദൂതൻ നിങ്ങളിലുണ്ടെന്നു നിങ്ങൾ മനസ്സിലാക്കണം. പല കാര്യങ്ങളിലും അവിടുന്ന് നിങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വിഷമിച്ചുപോയേനെ. പക്ഷേ സത്യവിശ്വാസത്തെ അല്ലാഹു നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി തരികയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ മനോഹരമാക്കുകയും ചെയ്തിരിക്കുകയാണ്. സത്യനിഷേധവും ദുർനടപ്പും അനുസരണക്കേടും അവൻ നിങ്ങൾക്ക് വെറുപ്പാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു. അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ.
فضلا من الله ونعمة والله عليم حكيم. അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യവും അനുഗ്രഹവുമായി കൊണ്ടാണ് ഈ ഗുണം അവർക്ക് ലഭിച്ചത്. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. وَإِن طَائِفَتَانِ مِنَ الْمُؤْمِنِينَ اقْتَتَلُوا فَأَصْلِحُوا بَيْنَهُمَا فَإِن بَغَتْ إِحْدَاهُمَا عَلَى الْأُخْرَى فَقَاتِلُوا الَّتِي تَبْغِي حَتَّى تَفِيءَ إِلَى أَمْرِ اللَّهِ فَإِن فَاءَتْ فَأَصْلِحُوا بَيْنَهُمَا بِالْعَدْلِ وَأَقْسِطُوا إِنَّ اللَّهَ يُحِبُّ الْمُقْسِطِينَ. സത്യവിശ്വാസികളിൽ നിന്നുള്ള രണ്ട് വിഭാഗങ്ങൾ അന്യോന്യം സമരത്തിലായാൽ അവർക്കിടയിൽ നിങ്ങൾ യോജിപ്പുണ്ടാക്കുക. എന്നിട്ട് അവയിലൊന്ന് മറ്റേതിന്റെ മേൽ അതിക്രമം കാണിച്ചാൽ അതിക്രമം കാണിച്ചവർ അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങുന്നതുവരെ നിങ്ങൾ അവരോട് പോരാടുക. അങ്ങനെ മടങ്ങിയാൽ അവർക്കിടയിൽ തീരുമാനമനുസരിച്ച് യോജിപ്പുണ്ടാക്കുകയും നിങ്ങൾ നീതിപൂർവം പെരുമാറുകയും ചെയ്യുക. നീതി പാലിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. തീർച്ചയായും സത്യവിശ്വാസികൾ സഹോദരന്മാരാകുന്നു. അതിനാൽ നിങ്ങൾ രണ്ട് സഹോദരന്മാർക്കിടയിൽ യോജിപ്പുണ്ടാക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക, നിങ്ങൾ കരുണ ചെയ്യാൻ വേണ്ടി. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. സത്യവിശ്വാസികളെ, ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരാണെന്ന് വരാം. ചില സ്ത്രീകൾ മറ്റു സ്ത്രീകളെയും പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ അവരെക്കാൾ നല്ലവരാണെന്നും വരാം. നിങ്ങൾ നിങ്ങളെ തന്നെ തമ്മിൽ കുത്തുവാക്കുകൾ പറയരുത്. ചീത്ത പേരുകൾ കൊണ്ട് നിങ്ങൾ അന്യോന്യം വിളിക്കുകയുമരുത്. ആ പേര് ഉപയോഗിക്കൽ വളരെ ചീത്ത തന്നെ. സത്യവിശ്വാസത്തിന് ശേഷം ദുഷ്ടത കൈക്കൊള്ളൽ ആക്ഷേപാർഹമാണ്. ആരെങ്കിലും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അവർ അക്രമികൾ തന്നെയാണ്. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. സത്യവിശ്വാസികളെ, ഊഹങ്ങളിൽ മിക്കതും നിങ്ങൾ വർജിക്കുക. കാരണം നിശ്ചയമായും ഊഹങ്ങളിൽ ചിലത് കുറ്റകരമാണ്. നിങ്ങൾ ചാരവൃത്തി നടത്തുകയോ ചിലർ ചിലരെ ചൂഷണം നടത്തുകയോ ചെയ്യരുത്. തന്റെ സഹോദരൻ മരിച്ച നിലയിൽ അവന്റെ മാംസം തിന്നുന്നത് നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുമോ? എന്നാൽ അത് നിങ്ങൾ വെറുക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും പരമകാരുണികനുമാകുന്നു.
يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. ജനങ്ങളെ, തീർച്ചയായും ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമായി നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ പരസ്പരം അറിഞ്ഞു പരിചയപ്പെടാൻ വേണ്ടിയാണ് നിങ്ങളെ നാം ശാഖകളും ഗോത്രങ്ങളുമാക്കിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളിൽ നിന്ന് അല്ലാഹുവിങ്കൽ അത്യാദരണീയൻ ഏറ്റവും ഭയഭക്തിയുള്ളവനാണ്. തീർച്ചയായും അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم. ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഗ്രാമവാസികളായ അറബികൾ പറയുന്നു. നബിയെ, താങ്കൾ പറയുക, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ അനുസരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസം ഇതുവരെയും കടന്നിട്ടില്ല. നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്ന പക്ഷം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒന്നും അവൻ കുറച്ചുകളയുകയില്ല. തീർച്ചയായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് ഒട്ടും സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടും സമ്പത്തുകൾ കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുകയും ചെയ്യുന്നവർ മാത്രമാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. സത്യസന്ധന്മാരും അവർ തന്നെയാണ്. قُلْ أَتُعَلِّمُونَ اللَّهَ بِدِينِكُمْ وَاللَّهُ يَعْلَمُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ وَاللَّهُ بِكُلِّ شَيْءٍ عَلِيمٌ. നബിയെ, പറയുക, നിങ്ങളുടെ മതവിശ്വാസത്തെപ്പറ്റി നിങ്ങൾ അല്ലാഹുവിനെ അറിയിക്കുകയാണോ? അല്ലാഹുവാകട്ടെ ആകാശഭൂമികളിലുള്ളതെല്ലാം അറിയുന്നു. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും സൂക്ഷ്മജ്ഞനാണ് അല്ലാഹു. يَمُنُّونَ عَلَيْكَ أَنْ أَسْلَمُوا قُلْ لَا تَمُنُّوا عَلَيَّ إِسْلَامَكُمْ بَلِ اللَّهُ يَمُنُّ عَلَيْكُمْ أَنْ هَدَاكُمْ لِلْإِيمَانِ إِن كُنتُمْ صَادِقِينَ. അവർ ഇസ്ലാം സ്വീകരിച്ചത് താങ്കളോട് ചെയ്ത ഒരു ഔദാര്യമായി എടുത്തു കാണിക്കുന്നു. പറയുക, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നോട് ചെയ്ത ഒരു ഔദാര്യമായി എടുത്തു കാണിക്കരുത്. പക്ഷേ നിങ്ങൾ യാഥാർത്ഥ്യം പറയുന്നവരാണെങ്കിൽ സത്യവിശ്വാസത്തിലേക്ക് മാർഗദർശനം ചെയ്യുക വഴി അല്ലാഹു നിങ്ങളോട് ഔദാര്യം കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വല്ലാഹു ബസീറുൻ ബിമാ തഅമലൂൻ. തീർച്ചയായും അല്ലാഹു ആകാശഭൂമികളിലെ അദൃശ്യകാര്യങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നല്ലവണ്ണം കണ്ടറിയുന്നവനാണ്.